അറബിക്കടലിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ വീണതായി റിപ്പോർട്ടുകൾ. കേരള തീരത്ത് വന്നടിയുന്ന കണ്ടെയ്നറുകളും വസ്തുക്കളും പൊതുജനങ്ങൾ സ്പർശിക്കരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനാണ് സാധ്യതയെന്നും അപൂർവ വസ്തുക്കളെ കാണുമ്പോൾ പോലീസിൽ അറിയിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വിശദാംശങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ്. മാനസ, വളരെയധികം ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് സർക്കാർ നൽകുന്ന പൊതുവായ നിർദ്ദേശങ്ങൾ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഈ ഒരു നിർദ്ദേശം വരുന്നത്. കേരള തീരത്ത് വന്നടിയുന്ന ഒരു കണ്ടെയ്നറുകളും പൊതുജനങ്ങൾ സ്പർശിക്കരുതെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് കേരള തീരത്ത് നിന്നും അറബിക്കടലിലേക്ക് പോയ ഒരു കപ്പലിൽ നിന്ന് ഇത്തരത്തിൽ അപൂർവ വസ്തുക്കളായ, അതായത് അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന ഒരു കാർഗോ കടലിൽ പോയിട്ടുണ്ട്. അതിൽ എണ്ണ പാട ഉൾപ്പെടെ അടിയുന്ന തരത്തിലുള്ള ഒരു ദൃശ്യവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് അപകടകരമായ ഒരു വസ്തു ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ ഇത് സ്പർശിക്കാനോ അതിന്റെ അടുത്തേക്ക് പോകാനോ പാടില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപൂർവ വസ്തുക്കളെ കാണുമ്പോൾ പോലീസിൽ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാൻ തന്നെയാണ് സാധ്യത എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കണ്ടെയ്നറുകളും എണ്ണയും അടങ്ങുന്ന ഈ വസ്തുക്കളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചു തന്നെയായിരുന്നു ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. തീരത്ത് എണ്ണപ്പാട അടിയാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. കേരള അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള തീരത്ത് വരുന്ന ഒരു സാധനങ്ങളും പൊതുജനങ്ങൾ കൈകൊണ്ട് സ്പർശിക്കുകയോ അടുത്തേക്ക് പോകാനോ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാനസ, ഇങ്ങനൊരു അപകടകരമായ ഈ വസ്തു എപ്പോഴാണ് കടലിൽ പോയത്? അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് നിന്നും ശേഖർ കുര്യാക്കോസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ കപ്പലിൽ നിന്ന്, അതായത് ഒരു വളരെ കുറഞ്ഞ സൾഫർ ഇന്ധന ഓയിൽ അടങ്ങിയ ഒരു കാർഗോ ആണ് കടലിലേക്ക് പോയിരിക്കുന്നത്. ഒരുതരം സമുദ്ര ഇന്ധന എണ്ണയാണ് ഇത് എന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. അത് എപ്പോഴാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വിവരം ഇവിടെ കൺഫേം ചെയ്ത് ഇരിക്കുന്നത് ഈ കോസ്റ്റ് ഗാർഡാണ്. കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും കേരള തീരത്ത് വരുന്ന ദിവസങ്ങളിൽ ഇന്നു മുതൽ ഇത്തരത്തിൽ അപൂർവമായ എന്തെങ്കിലും സാധനങ്ങൾ വന്നടിയുകയാണെങ്കിൽ അത് സ്പർശിക്കാനോ തൊടാനോ അതിന്റെ അടുത്തേക്ക് പോകാനോ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടെയ്നറുകളും എണ്ണയും അടങ്ങുന്ന ഒന്നല്ല, ദൃശ്യങ്ങളിൽ 2-3 എണ്ണമായി കാണുന്നുണ്ട്. കണ്ടെയ്നറുകളും എണ്ണയും അടങ്ങുന്ന ഈ വസ്തുക്കളുടെ അടുത്തേക്ക് പോകരുതെന്നും തൊടരുതെന്നും ഉള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വസ്തുക്കൾ അപൂർവ വസ്തുക്കളാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാനസ, നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു അഞ്ചിലധികം വസ്തുക്കൾ ഈ കടലിൽ വീണതായി നമുക്ക് ഈ ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കേരള തീരമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും ഈ ഒരു ജാഗ്രത അനിവാര്യമായി വരുന്നു. ഏത് തീരത്ത് വേണമെങ്കിലും ഈ വസ്തുക്കൾ അടിയാം, അല്ലെങ്കിൽ കേരള തീരത്താകും ഇത് അടിയുവാനുള്ള കൂടുതൽ സാധ്യത എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത് തന്നെയാണ് സിന്ധൂരി സൂചിപ്പിക്കുന്നത്. ഏത് ജില്ലയിൽ വേണമെങ്കിലും, കേരള തീരം ഉൾപ്പെടുന്ന ഏത് ജില്ലയിൽ വേണമെങ്കിലും ഈ വസ്തുക്കൾ ചെന്നടിയാനുള്ള സാധ്യത തന്നെയാണ് കണക്കിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളോട് അപൂർവമായി വസ്തുക്കളുടെ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമുദ്ര എണ്ണയാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ അടുത്തേക്ക് പോകാനോ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, അപൂർവ ഇനം സാധനങ്ങൾ കാണുമ്പോൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്.